നമ്മുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന എത്രയോ പേര് ലോകത്തുണ്ട്. ലോകം മൊത്തം പിടിക്കണ്ട. നമ്മുടെ ഈ ചെറിയ നാട്ടിൽ തന്നെ എത്രയോ പേരുണ്ട്. എത്രയോ പേര് വൈകി വീട്ടിലെത്തുന്നവരുണ്ട്. എന്നിട്ട് വെളുപ്പിനേ അവർക്ക് തിരിച്ചു പോണം. അതിനിടയില അവർ കുടുംബം നോക്കലും സന്തോഷവും സങ്കടവും എല്ലാം. ഇതിപ്പോ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം. കുറച്ചു പേർ കൂടി ഭക്ഷണം വെക്കണം, അത്രല്ലേ ഉള്ളൂ. എനിക്ക് സിമ്പിൾ ആയല്ലേ? അല്ലാതെ പിന്നെ ചെയ്യണമെന്ന് തീരുമാനിച്ച എല്ലാം സിമ്പിൾ തന്നെയാ. മുൻപൊരിക്കല് വരുൺ എസ്റ്റേറ്റിലെ കുറെ ഫയലുകളായിട്ടിരുന്ന ഓർമ്മയുണ്ടോ? ഞാൻ അടുത്തന്ന് കിടക്കാൻ വന്നപ്പോ വരുൺ എന്താ പറഞ്ഞേ? 3-4 കൊല്ലത്തെ ഫയലുകള് 2-3 ദിവസം കൊണ്ട് നോക്കി തീർക്കണ്ടേ, വലിയ ബാധ്യതയിലാ ഇരിക്കുന്നേന്ന്. എന്നിട്ട് എന്താ സംഭവിച്ചേ? വരുൺ അതെല്ലാം നോക്കി തീർത്തു. അന്ന് വരുൺ സമയത്തിന് ഭക്ഷണം കഴിച്ചില്ല, സമയത്തിന് ഉറങ്ങിയതുമില്ല. പക്ഷെ വരുൺ ജോലി ചെയ്ത് തീർത്തിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഇപ്പൊ ഒരു മനസമാധാനം ഉണ്ടെന്ന്. ആ മനസമാധാനത്തിന് വേണ്ടിയാ ആളുകൾ ഈ ഓട്ടപ്പാച്ചിലൊക്കെ നടത്തുന്നത്. മ്യൂസിക് ക്ലാസ് മാത്രം പോരാ, പറ്റുമെങ്കിലേ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൂടി താൻ തുടങ്ങണം. അതിലായിരിക്കും താൻ കൂടുതൽ ശോഭിക്കുക. ആണോ? എന്നാ നമുക്ക് ആലോചിക്കാലോ. ഈ തളർന്നിരിക്കുന്ന എന്റെ ഭർത്താവിനോട് പറയുന്ന കാര്യങ്ങൾ തന്നെ ധാരാളമാണല്ലോ മറ്റുള്ളവരോട് പറയാൻ. ഉറക്കളക്കണ്ട, പോയി കിടന്നോ. ഇനിയിപ്പോ എന്തായാലും എന്റെ ഉറക്കമൊക്കെ പോയി. ഞാൻ ചെയ്യാനുള്ള കാര്യം എന്താന്ന് പറ, ഞാൻ ചെയ്യാം. പോയി കിടക്ക മനുഷ്യ, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പുറത്ത് പണി അന്വേഷിച്ച് നടന്നിട്ട് കിട്ടുന്നില്ല, ഇവിടുന്ന് എന്നെ തള്ളി പറയണോ? എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് കരുതല്ലേ? അത് വേണ്ട. എന്നല്ലേ ഈ ഉള്ളൊന്ന് വിളിച്ചേ. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പുള്ളി ആയിരിക്കും എനിക്കെടുത്ത് തരാൻ പോകുന്നെന്ന്. അതെന്താ? പണി എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ച് ഏതൊരാണ് അടുക്കളയിലേക്ക് കയറി വന്നാലും ആദ്യം പെണ്ണുങ്ങളെടുത്ത് കൈ കൊടുക്കുന്നത് പുള്ളിയായിരിക്കും. സംഭവം എന്താ? അത് അറിയുമ്പോഴേക്കും അവന്റെ കണ്ണിനൊരു നീറ്റലുണ്ടാകും, അവൻ കരയും. ഈ അടുക്കളപ്പണിയുടെ മഹത്വം എന്താണെന്ന് അവൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുകയും ചെയ്യും. പെണ്ണുങ്ങളൊരു ട്രിക്കേ. എനിക്കിപ്പോ ഏതായാലും കണ്ണ് കലങ്ങുന്ന കാണേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കലങ്ങുന്ന കാണുന്നുണ്ടല്ലോ. പിന്നെ ഉള്ളി ഇപ്പൊ ഇവിടെ അത്യാവശ്യമായതുകൊണ്ടാ ചെയ്യുന്നുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെ, പെട്ടെന്നായിക്കോട്ടെ. ഇത് കഴിഞ്ഞാ വേറെ പണിയും കൂടി തരാം. എല്ലാ കമ്പനിയിലും നടന്നിട്ട് പണി കിട്ടുന്നില്ലല്ലോ, ഈ കമ്പനിയിൽ മാത്രം ആവശ്യത്തിന് പണിയുണ്ട്. അതെ, ഈ കമ്പനി ആ കമ്പനി ഒന്നും പറയാൻ നിൽക്കരുത്. പറയുമ്പോ തികച്ചും പറഞ്ഞേക്കണം. ആറ്റുവശ്ശേരി സദ്യ, അതല്ലോടോ നമ്മുടെ ബ്രാൻഡ് നെയിം. അത് കൊള്ളാല്ലേ? കൊള്ളാം. താ നോക്കിക്കോ, ഈ ചുറ്റി നടന്ന് അന്വേഷിക്കുന്ന ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലേ ചിലപ്പോ നമ്മൾ ഈ ബ്രാൻഡിൽ കയറിങ്ങ പിടിക്കും. തന്റെ കഴിവും എന്റെ ബിസിനസ് പരിചയം കൂടി ഒന്നിച്ചതിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചോണ്ടല്ലോ, ആറ്റുവശ്ശേരി സദ്യ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തൊരു ബ്രാൻഡായിട്ട് അങ്ങ് നിൽക്കും.